ഭാവനയുടെ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭാവനയുടെ ആയിരിക്കും ഡേറ്റുകൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ റിമീഡ ചെയ്യാറുണ്ട്. ഭാവനയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റർ. കൂടുതലും വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, എപ്പോഴും നമ്മൾ കൂടെ ആയിരിക്കുക, കൂടെ ട്രാവൽ ചെയ്യുക, അങ്ങനത്തെ ഒരു എപ്പോഴും കുറേ സംസാരിക്കുക. പിന്നെ ഈ സ്റ്റൈലുകളെ കുറിച്ച് നമ്മൾ കുറേ സംസാരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഇന്നത്തെ വർക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ ദിവസം നെക്സ്റ്റ് മന്ത് ഒരു ഷോ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഷോയ്ക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം ഒക്കെ റെഫറൻസ് എടുത്ത് കുറേ പ്ലാൻ ചെയ്യും നമ്മൾ. കാരണം ഭാവന, ഞാൻ ഭവിന്ന് വിളിക്കുന്നത്, ഭവി അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്യും. അങ്ങനെ പെർഫെക്റ്റായിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ പോകും. ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. ചെയ്യാം എന്തെങ്കിലുമൊക്കെ. പിന്നെയും ആള് ഭയങ്കര ഹൈ ഫാഷനിലേക്കൊന്നും പോവാറില്ല. ആ ഒരു സ്റ്റൈലാണ് ഇഷ്ടം. ആ ഒരു സ്റ്റൈലിൽ തന്നെ എപ്പോഴും ചെയ്തു പോകും. അപ്പം നമ്മുടെ ഭാവനയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് മാമിൻ്റെ കൈകളാണ്. അതെ, എനിക്കിഷ്ടമാണ്. ഭാവനയുടെ സ്കിന്നും ഹെയറൊക്കെ നല്ലതാണ്. നല്ല സ്കിൻ അല്ലാത്തത് നമ്മൾ നന്നായിട്ട് ചെയ്യും. എന്നാലും ഞാൻ പറഞ്ഞ ഭാവന സ്കിന്ന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. എത്ര രാത്രിയായിട്ട് വന്നാലും ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ആ സ്കിന്നിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെ ഓരോ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ US-ലും കൂടി രാത്രി 3 മണിയൊക്കെ ആവും. ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. എന്നാലും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറാണെങ്കിൽ ഉറങ്ങുള്ളൂ. ഭയങ്കര എന്താണ് അങ്ങനെ